ആരാണ് വിശുദ്ധര്? പാപം ചെയ്യാൻ കഴിവുള്ള വ്യക്തി, തിന്മ പ്രവർത്തിക്കാൻ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉള്ള ഒരു വ്യക്തി, അതിൽ നിന്നും മാറി അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിനനുസൃതമായി ജീവിക്കുമ്പോൾ അവനാണ് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, 3 ശത്രുക്കൾ എപ്പോഴും നമ്മളെ ആക്രമിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് 1 ലോകമാണ്, 2 ശരീരമാണ്, 3 സാത്താനാണ്. ഈ 3 ശത്രുക്കളെ പരാജയപ്പെടുത്തി പൂർണ്ണമായും അതിൻ്റെ മേൽ വിജയം വരിച്ച് മരിച്ച് സ്വർഗത്തിലെത്തിയവരെയാണ് വിശുദ്ധർ എന്ന് സഭ വിളിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെയും വിളിക്കണം. ഇങ്ങനെ ഈ 3 ശത്രുക്കളെയും പരാജയപ്പെടുത്തുമ്പോൾ ജോഷുവ 3:5 നമ്മളിൽ മാംസം ധരിക്കും. നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, വചനം എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് കൽപ്പനയും വാഗ്ദാനവും അടങ്ങിയ ഒരു വലിയ പുസ്തകമാണ്. മുഴുവൻ അത് കൽപ്പനകളിലും വാഗ്ദാനങ്ങളിലും ആണ് വചനങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഞാനൊരു വചനം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വചനത്തിൻ്റെ പ്രത്യേകത, ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ള വചനങ്ങൾ ചുരുക്കമാണ്. ചില കൽപ്പനകൾ അനുസരിച്ചാൽ ഭൗതിക അനുഗ്രഹമുണ്ട്, ചില കൽപ്പനകൾ അനുസരിച്ചാൽ ആത്മീയ അനുഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ ഭൗതിക അനുഗ്രഹമുണ്ട്, ആത്മീയ അനുഗ്രഹമുണ്ട്. ഈ വചനമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്.